ഷഹബാസ് കൊലക്കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ്. ആക്രമണം ആസൂത്രണം ചെയ്തവരിലേക്കും അന്വേഷണം മെച്ച വിവരം ലഭിച്ച ശേഷം കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കും. നഞ്ചക്കിന്റെ പേരിൽ മാത്രം പ്രധാന പ്രതിയുടെ പിതാവിനെ പ്രതി ചേർക്കാനാകില്ലെന്നും പോലീസ്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, വിവരങ്ങൾ. വൃന്ദ, ഈ ഷഹബാസ് വധക്കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ അല്ല, അവരെ എങ്ങനെ പ്രതി ചേർക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുക. മെറ്റയിൽ നിന്നുള്ള വിശദാംശങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും. എങ്കിൽ കൂടിയും ഇവരുടെ വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, മറ്റ് സമൂഹ മാധ്യമ ചാറ്റുകളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇതിൽ നേരത്തെ ഈ ഷഹബാസ് കൊല്ലപ്പെടാനിടയായ ആക്രമണം ആസൂത്രണം ചെയ്തത് ഈ ഗ്രൂപ്പ് 57 എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ചാറ്റ് ഗ്രൂപ്പ് വഴിയാണ് എന്നൊരു വിവരം പോലീസിന് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയും 6 പ്രതികളെ, തുടക്കത്തിൽ 5 പേരെയും പിന്നീട് ഒരു വിദ്യാർത്ഥിയെയും പ്രതി ചേർത്ത് കസ്റ്റഡിയിലെടുക്കുകയും പിന്നെ ഇവരെ വെള്ളിമാടുകുന്നിലെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് മെറ്റയോട് കൂടുതൽ വിശദാംശങ്ങൾ, പ്രധാനമായും പല ചാറ്റുകളും ഡിലീറ്റ് ചെയ്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ചാറ്റുകൾ ഏത് തരത്തിലുള്ളതാണ് എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. അതിൽ തന്നെ ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത ആളുകൾ എന്തെങ്കിലും ഇത് സംബന്ധിച്ച് ഈ സംഘർഷം, കൊലപാതകം എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സംഘർഷം, അത് ആസൂത്രണം ചെയ്തത് ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. അതിന് ഈ നിലവിൽ ഡിലീറ്റ് ചെയ്ത ചാറ്റുകളുടെ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതിനായാണ് മെറ്റയോട് ഇന്നലെ തന്നെ വിശദാംശങ്ങൾ തേടിയത്. നമ്മൾ വാർത്ത നൽകിയതാണ്. ആ മെറ്റയുടെ വിശദാംശങ്ങൾ അടുത്ത ദിവസം തന്നെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞതിൻ്റെ പിന്നാലെയായിരിക്കും കൂടുതൽ പ്രതികളെ പ്രതി ചേർക്കുക. മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ നഞ്ചക്കിൻ്റെ പേരിൽ പ്രധാന പ്രതിയുടെ പിതാവിനെ പ്രതി ചേർത്തേക്കുമെന്നുള്ള വിവരങ്ങൾ, വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ അത് പോലീസ് തീർത്തും നിരാകരിക്കുകയാണ്. നമ്മൾ അത് തുടക്കത്തിൽ തന്നെ അത് വ്യക്തമാക്കിയതുമാണ്. നഞ്ചക്കിൻ്റെ പേരിൽ മാത്രം ഒരുപക്ഷെ ഈ പ്രധാന പ്രതിയുടെ പിതാവിനെ പ്രതി ചേർക്കുന്നതിനുള്ള നിയമപരമായ സാധുതയില്ലായ്മ നമ്മൾ നേരത്തെ തന്നെ കേരള വിഷൻ ന്യൂസിൻ്റെ വാർത്തയിലൂടെയെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ അത് പോലീസും ശരിവെക്കുകയാണ്. കേവലം ഒരു നഞ്ചക്കിൻ്റെ പേരിൽ മാത്രം പ്രധാന പ്രതിയുടെ പിതാവിനെ ഇതിൽ പ്രതി ചേർക്കാൻ സാധിക്കില്ല. കാരണം ഈ പ്രധാന പ്രതിയുടെ പിതാവ് മാത്രമല്ല കരാട്ടെ അവിടെ പരിശീലിക്കുന്നത്, ജ്യേഷ്ഠ സഹോദരൻ കരാട്ടെ പരിശീലിക്കുന്നുണ്ട്. ഈ പ്രധാന പ്രതിയും കരാട്ടെ പരിശീലിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നഞ്ചക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ ഇനിയിപ്പോൾ മനസ്സിലാക്കേണ്ടത്, വ്യക്തത കൈവരേണ്ടത്, ഈ ആക്രമണത്തിന് എന്തെങ്കിലും പ്രേരണ ഈ പ്രധാന പ്രതിയുടെ പിതാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അയാളെ പ്രതി ചേർക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നഞ്ചക്കിൻ്റെ പേരിൽ മാത്രം പ്രതി ചേർക്കാൻ സാധിക്കില്ലെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുകയാണ് പോലീസ്. വൃന്ദ. ശരി റിയാസ്.